കുടുംബശ്രീ മിഷന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കാവുന്ന സുപ്രധാന ഉത്തരവുമായി സർക്കാർ. സംസ്ഥാന ജില്ലാ മിഷനുകളിലെ കരാർ ജീവനക്കാരുടെ കാലാവധി പുതുക്കൽ താൽക്കാലികമായി മരവിപ്പിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. 2600-ലധികം ജീവനക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമ്പോൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉയരുകയാണ്. 154 ജില്ലാ പ്രോഗ്രാം മാനേജർമാർ, 608 ബ്ലോക്ക് കോർഡിനേറ്റർമാർ, 1070 CDS അക്കൗണ്ടന്റുമാർ, 45 സിറ്റി മിഷൻ മാനേജർ, 45 സോഷ്യൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, 535 കമ്മ്യൂണിറ്റി കൗൺസിലർ, 28 ജില്ലാ അക്കൗണ്ടന്റ്, 43 SVEP ജില്ലാ അക്കൗണ്ടന്റുമാർ, 59 സംസ്ഥാന മിഷനിൽ മാനേജർ, PR ടീം 3, അട്ടപ്പാടി പദ്ധതിയിൽ 9 പേർ, ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്റ്റിൽ 17 പേർ, മറ്റുള്ളവർ 8 എന്നിങ്ങനെ 2624 പേരാണ് കരാർ ജീവനക്കാരായുള്ളത്. കുടുംബശ്രീയെ ചലിപ്പിക്കുന്നതിൽ ഇവർക്ക് പ്രധാന പങ്കുണ്ട്. കരാർ ജീവനക്കാരുടെ നിയമനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ നിർത്തിവച്ചിരുന്നു. പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മെയ് 6-ന് നടപടികളിലേക്ക് കടക്കാൻ ജില്ലാ മിഷനുകൾക്ക് സംസ്ഥാന മിഷൻ നിർദ്ദേശം നൽകിയിരുന്നു. മെയ് 7-നാണ് പുതിയ ഉത്തരവ് വന്നത്. ജൂൺ 1-ന് ശേഷമുള്ള അറിയിപ്പ് അനുസരിച്ച് നിയമനം മതിയെന്നും ആർക്കെങ്കിലും നിയമനം നൽകിയിട്ടുണ്ടെങ്കിൽ റദ്ദാക്കാനുമാണ് നിർദ്ദേശം. വേതനത്തിലുപരി അവധി ദിവസങ്ങളിലും അധിക സമയവും ജോലി ചെയ്യുന്നവരാണ് കരാർ ജീവനക്കാർ. മീഡിയ ടൈം, കൊച്ചി.